ഉരുൾപൊട്ടലുണ്ടായ പ്രഭവസ്ഥാനത്താണ് ഈ സുദേവൻ്റെ വീടിരിക്കുന്നത്. അതിന് തൊട്ടു മുകളിലുള്ള മലനിരകളിൽ നിന്നാണ് കള്ളാടിപ്പുഴയുടെ ഭാഗമായി വലിയ ഉരുൾപൊട്ടലുണ്ടായത്. കള്ളാടിപ്പുഴ അക്ഷരാർത്ഥത്തിൽ മരണപ്പുഴയായി മാറുകയായിരുന്നു. ഒരു ഗ്രാമത്തെ മുഴുവൻ തുടച്ചു മാറ്റിയിരിക്കുന്നു. മരണസംഖ്യ വീണ്ടും ഉയരുന്നു. 156 ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മരണസംഖ്യ. 200-ലധികം പേരെ കാണാനുണ്ട്. 224 പേരെയാണ് ഇനി കാണാനുള്ളത്. ഇപ്പോൾ സുദേവൻ്റെ വീടിനുള്ളിൽ 5 പേർ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് സുദേവന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. മുകളിലുള്ള കോൺക്രീറ്റ് വാർപ്പ് കൂളം വെച്ച് അടിച്ച് തകർത്താണ് അത് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിനുള്ളിൽ സുദേവുണ്ട്. സുദേവൻ്റെ കുടുംബാംഗങ്ങൾ 5 പേരുണ്ട്. അവർ ജീവനോടെയുണ്ടോ എന്നതാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതും. ഇവിടെ മറ്റു മെഷീനുകൾ എത്തിക്കുക സാധ്യമല്ല. പുഴ കടന്ന് വേണം മെഷീനുകൾ എത്തിക്കാൻ. ബെയിലി പാലം നിർമ്മിച്ചാൽ ഒരു JCBക്ക് ഇവിടെ എത്താമായിരുന്നു. പക്ഷെ അത്രയും നേരം പോലും കാത്തിരിക്കാതെ അവിടെ എത്തിയ സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും NDRFൻ്റെ അംഗങ്ങളും ചേർന്നാണ് വലിയ കൂടം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സുദേവൻ്റെ വീടിൻ്റെ മേൽക്കൂര അടിച്ച് തകർക്കുന്നത്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, എനിക്ക് തോന്നുന്നു അത്ര ശക്തിയോടുകൂടിയാണ് ആ മേൽക്കൂര ഉണ്ടാക്കിയത്. ആ വീട് നിർമ്മിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത് പോലെ ഒരു ചോർച്ചയും ഉണ്ടാവാത്ത പഴുതടച്ച സുരക്ഷയുള്ള വീടാണ് ഒരുക്കിയത്. പക്ഷേ ആ വീടിനും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ സുദേവനെയും കുടുംബത്തെയും. ആ കാണുന്ന കാഴ്ചയും അതുതന്നെയാണ്. ശക്തിയുള്ള കൂടങ്ങൾ കൊണ്ട് പലതവണ അടിച്ചിട്ടും പൊട്ടാതെ നിൽക്കുന്ന കോൺക്രീറ്റ് അല്ലേ? അതെ അരുൺ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയോടെ സുദേവൻ വെച്ച വീടാണിത്. നല്ല ഉറപ്പുള്ള കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടാക്കണം എന്ന് സ്വാഭാവികമായും എല്ലാവരെയും പോലെ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ആ കോൺക്രീറ്റ് സ്ലാബിന്റെ ശക്തിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മാറുന്ന ദയനീയ കാഴ്ചയായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. നിരവധി സേനാംഗങ്ങൾ ചേർന്ന് വലിയ ചുറ്റിക ഉപയോഗിച്ച് ആ മെയിൻ സ്ലാബ് അടിച്ച് തകർക്കുകയാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടേക്ക് മറ്റ് മെഷീനുകളൊന്നും എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു ഗ്യാസ് കട്ടറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പം ഇപ്പോഴുള്ള ആ കമ്പി അറുത്തു മാറ്റി ഇവർക്ക് അകത്തേക്ക് ഇറങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കോൺക്രീറ്റ് അടർത്തി മാറ്റി. പക്ഷെ ആ കമ്പി അവിടെ നിന്ന് നീക്കാൻ കഴിയില്ല. അത്രയ്ക്കും ശക്തിയായിട്ട് തന്നെയാണ് ആ കോൺക്രീറ്റ് നിർമ്മിച്ചത് തന്നെ. എല്ലാ ഭാഗത്തു നിന്നും ആ കോൺക്രീറ്റ് അടിച്ചു പൊളിച്ച് അതിനകത്തേക്ക് കയറാനുള്ള കാഴ്ചകൾ നമ്മളിൽ പ്രതീക്ഷയുണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുക്കണം. ഇന്നലെ വൈകുന്നേരം പരമാവധി ശ്രമിച്ചു ആർമി. പക്ഷേ അവരുടെ കയ്യിൽ മറ്റു ഒരു ഉപകരണവും ഉണ്ടായിരുന്നില്ല. കുടുങ്ങിക്കിടന്ന രക്ഷ ആഗ്രഹിച്ച് നമ്മളെ അടക്കം വിളിച്ച മനുഷ്യരെ രക്ഷപ്പെടുത്തുകയായിരുന്നു ആദ്യം ചെയ്തത്. ആ വീട്ടിലേക്ക് ഇന്നലെ കയറാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇന്നിപ്പോൾ 2 കൂടവും പിന്നെ ഒരു ഗ്യാസ് ലൈറ്റ് കട്ടർ മാത്രമാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു ഉപകരണങ്ങൾ ഇനി അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ ശ്രമം പരാജയപ്പെടുക. ആ വീടിൻ്റെ അടിഭാഗത്തും നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്ത് കാണുന്നുണ്ട്. അവിടെ തടിക്കഷ്ണങ്ങൾ വീടിനുള്ളിൽപ്പെട്ടിരിക്കുന്നത് കാണാം. അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആ വസ്ത്രങ്ങൾ അവർ പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി ആ വസ്ത്രം അലക്കിയിട്ട് അയയിലിട്ടതിനു ശേഷം പോയതാണ്. ഈ മഴയത്തൊന്ന് തോന്നു കിട്ടാൻ വേണ്ടി അവർ മുകളിൽ കൊണ്ടുപോയി വിരിച്ച് സുഖമായി ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് അവർ പെട്ടുപോയത്. ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ ആ സംഘം അല്പസമയം മുമ്പ് സുദേവൻ്റെ വീടിന് മുന്നിലെ ഉണ്ടായിരുന്ന 2ാമത്തെ ഭാഗവും ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു. ആ ആസ്പെറ്റോസിൻ്റെ മുഴുവൻ ഭാഗവും നീക്കം ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം നീങ്ങിപ്പോകുന്ന വസ്ത്രങ്ങൾ സുദേവൻ്റെ കുടുംബം പുനരുപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ്. അവരത് ഉണക്കിയിടുമ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു ദുരന്തം, ഈ താഴെ 20 അടിയോളം താഴെ ഒഴുകിയിരുന്നൊരു ചെറിയ പുഴ തങ്ങളുടെ ജീവൻ കവർന്നെടുക്കത്തക്ക രീതിയിൽ രൗദ്രത്തോടുകൂടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. കലിതുള്ളി എത്തിയ പ്രകൃതിക്ക് മുന്നിൽ കണ്ണീരോടുകൂടിയല്ലാതെ അവർക്ക് വിടവാങ്ങാനും പറ്റുമായിരുന്നില്ല. 572 മില്ലിമീറ്റർ മഴ, അതായത് ഒരു ദിവസം മാത്രം 37 സെൻറ്റിമീറ്റർ മഴ അവിടെ പെയ്തിറങ്ങി എന്നതാണ്. 20 സെൻറ്റിമീറ്ററിൽ കൂടിയാൽ അത് അതിതീവ്ര മഴയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി മേപ്പാടി ഭാഗത്ത് പെയ്തൊഴിഞ്ഞത് 572 മില്ലിമീറ്റർ മഴയാണെന്ന് പറയുമ്പോൾ ആ വീടിനുള്ളിലുള്ള സാധന സാമഗ്രികളുണ്ട്. അതുകൂടി പുറത്ത്, എനിക്ക് തോന്നുന്നത് സോഫയാണ്. ആ വീടിനുള്ളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന സോഫയും ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മനുഷ്യരെ എത്തിക്കണം. പക്ഷേ അതീവ ദുഷ്കരമാണ്. ആളുകൾ നോക്കുന്നുണ്ട് ഏതു ഭാഗത്താണുള്ളിൽ സുദേവനും കുടുംബവും കുടുങ്ങിക്കിടക്കുന്നത് എന്ന്. പുറത്തു നിന്ന് കാണുന്ന കാഴ്ച ഉള്ള ശ്രമമാണ്. പക്ഷേ
അതിനുള്ളിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. ഈ സ്ലാബുകൾ തകർന്ന് കിടക്കുന്നുണ്ട്. അത്യന്തം അപകടകരമായ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മുടെ രക്ഷാപ്രവർത്തകരും നിൽക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ടെറസ് പൊളിച്ച് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം ഇപ്പോൾ പാതി വഴിയിലെത്തിയിരിക്കുന്നു. വലിയ ശക്തിയുള്ള ടെറസാണ്, കോൺക്രീറ്റാണ് ചെയ്തിരിക്കുന്നത്. ഉറപ്പുള്ള വീടുമെന്നൊരു പക്ഷേ സുദേവനും കുടുംബവും ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ആ ഉറപ്പുള്ള വീട്ടിൽ പക്ഷേ ജീവിതത്തിന് ഉറപ്പില്ലാതെ പോയി. കലിതുള്ളി വന്ന കള്ളാടിപ്പുഴയ്ക്കും ഒപ്പം ഈ മേപ്പാടി പരിസരത്തു നിന്നുള്ള പുഴയ്ക്കുമൊന്നും ഇവരുടെ ജീവൻ സംരക്ഷിച്ച് നിർത്താൻ സാധിച്ചില്ല. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ കോൺക്രീറ്റ് പൂർണ്ണമായും പൊളിക്കുന്ന ദൃശ്യങ്ങളാണ്. അത് പൊളിച്ചു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് ഇറങ്ങാം. പക്ഷേ അവിടേക്ക് വേണ്ടത് ഗ്യാസ് കട്ടർ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരേണ്ടിയിരുന്നു. ആ ഗ്യാസ് കട്ടർ അവിടെ എത്തിച്ചിട്ടില്ല. ആ ഗ്യാസ് കട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വേഗത്തിൽ അവർക്ക് ആ കോൺക്രീറ്റ് പൊളിച്ചെടുക്കാമായിരുന്നു. ആർമിയും NDRFിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും സംഘം ഇപ്പോൾ സുദേവൻ്റെ വീട്ടിൽ കോൺക്രീറ്റ് പൊളിച്ച് സുദേവിനെയും 5 അംഗങ്ങളെയും പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്.